സൈലന്റ് ട്വിൻസ് എന്നറിയപ്പെട്ടിരുന്ന ജൂൺ ആൻഡ് ജെനീഫർ എന്ന് പറയുന്ന രണ്ട് സഹോദരിമാരുടെ അവിശ്വസനീയമായ ഒരു കഥയാണിത്. ജൂണും ജെനീഫറും ജനിച്ചതിനു ശേഷം അവർക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അവർ ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയല്ലാതെ പുറത്ത് ആരോടുമായി അവർ സംസാരിക്കില്ലായിരുന്നു. അവർക്ക് മാത്രമായിട്ടൊരു പ്രത്യേക ഭാഷ തന്നെ ഉണ്ടായിരുന്നു. പക്ഷികൾ ചിറകടിച്ച് സംസാരിക്കുന്നത് പോലെ വളരെ വിചിത്രമായൊരു ഭാഷ. അവർ സ്കൂളിലും വീടുകളിലും ഒക്കെ അവർ ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും നിഴലായിട്ടായിരുന്നു നിന്നിരുന്നത്. എന്ത് കാര്യത്തിനാണെങ്കിലും, അതായത് ഇപ്പോൾ ഒരാൾ കൈപൊക്കിയാൽ മറ്റേ ആളും അതേ ഒപ്പം തന്നെ കൈപൊക്കിയിരുന്നു. രണ്ടുപേരും ഒരേ ആത്മാവും രണ്ട് ശരീരവുമായിട്ടാണ് ജീവിച്ചു പോന്നിരുന്നത്. പക്ഷേ ഇവർ വളരും തോറും ഇവർ തമ്മിലുള്ള ബന്ധം അതിഭയാനകമായാണ് വന്നിരുന്നത്. അവർ ഇരുവരും ഭയങ്കരമായിട്ട് സ്നേഹിച്ചു, പക്ഷേ അതുപോലെ തന്നെ വെറുക്കുകയും ചെയ്തു. ഒരാൾ ഉറങ്ങുമ്പോൾ മറ്റേ ആള് അയാളെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കും. അതുവരെ എത്തി ഇരുവരും തമ്മിലുള്ള വെറുപ്പ്. പക്ഷെ ഒരാൾക്ക് വേദനിക്കുമ്പോൾ മറ്റേ ആളായിരിക്കും കരയുന്നത്. ഒടുവിൽ ക്രിമിനൽ കേസുകളിൽ പെട്ട് ഇവരെ ഇംഗ്ലണ്ടിലെ ഏറ്റവും ഭീകരമായ ബ്രോഡ്മൂർ എന്ന് പറയുന്ന ഒരു മെന്റൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. ആ ഹോസ്പിറ്റലിൽ വെച്ചാണ് ലോകത്തെ വരെ ഞെട്ടിച്ച ഒരു കരാർ ഇരുവരും തമ്മിൽ ഉണ്ടാക്കിയത്. 11 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം അവരെ മറ്റൊരു സെന്ററിലേക്ക് മാറ്റാൻ തീരുമാനിച്ചപ്പോൾ ഈ ജൂണിന്റെ തോളിലേക്ക് തല വെച്ച് ജെനീഫർ പറയുകയാണ്, ഒടുവിൽ നമ്മൾ പുറത്തേക്ക് പോവുകയാണ്, പക്ഷേ എനിക്ക് മരിക്കേണ്ടി വരും. ജൂൺ അത് നിസാരമായി തള്ളി. പക്ഷെ യാതൊരു കുഴപ്പവുമില്ലാണ്ടിരുന്ന ജെനീഫർ കാറിനകത്ത് വെച്ച് പെട്ടെന്ന് തന്നെ മരണപ്പെടുകയായിരുന്നു. ഡോക്ടർമാർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവിട്ടെങ്കിലും അതിൽ മരണകാരണം പ്രത്യേകിച്ചൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷേ വെറും 29 വയസ്സുള്ള ഈ പെൺകുട്ടിക്ക് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഹൃദയാഘാതം മൂലം മരണപ്പെടാൻ പറ്റിയത് എന്നതിനെ പറ്റി ഇപ്പോഴും വലിയൊരു ക്വസ്റ്റൻ ആയിട്ട് നിൽക്കുകയാണ്. ജെനീഫറിന്റെ മരണത്തിനു ശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് ജൂൺ പുറം ലോകത്തോട് ആദ്യമായി സംസാരിക്കുന്നത്. ഞാനിപ്പോൾ സ്വതന്ത്രയാണ്. ജെനീഫർ എനിക്ക് വേണ്ടി അവളുടെ ജീവൻ നൽകി. അവർക്കിടയിലുണ്ടായിരുന്ന കരാർ എന്താണ്? ഒരാൾ മരിക്കാതെ മറ്റൊരാൾക്ക് സ്വതന്ത്രമായ ഒരു ജീവിതം കിട്ടില്ല എന്ന് എങ്ങനെ അവർ ഉറപ്പിച്ചു? ഇന്നും ഈ ഇരട്ടകളായ ജെനീഫറിന്റെയും ജൂണിന്റെയും കഥ തീർച്ചയായും ഒരു നിഗൂഢത നിറഞ്ഞു തന്നെ നിൽക്കുകയാണ്. ഇതിന്റെ ഉത്തരം ഇതുവരെ ആർക്കും കണ്ടെത്താനായിട്ടില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതുപോലുള്ള സ്റ്റോറീസിനൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക്